The universe is a mysterious one. Here we are discussing such a topic, a trip to infinity, and it is a documentary that is included in AEC Science. ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസ് എന്ന AEC പേപ്പറിൽ ഉൾപ്പെട്ട ചാപ്റ്ററാണ് എ ട്രിപ്പ് ടു ഇൻഫിനിറ്റി, ആൻഡ് ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്ററി ദാറ്റ് എക്സ്പ്ലോർസ് ദ വാസ്റ്റ് ആൻഡ് മിസ്റ്റീരിയസ് കോൺസെപ്റ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് ഓൾസോ ഡിസ്ക്രൈബ്സ് ദി ഒറിജിൻ, സ്ട്രക്ചർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദ കോസ്മോസ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, അതിൻ്റെ അനന്തതയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു ഡോക്യുമെൻ്ററിയാണിത്. എ ട്രിപ്പ് ടു ഇൻഫിനിറ്റി, അനന്തതയിലേക്കുള്ള ഒരു യാത്ര. ഇതിൽ വിവരിക്കുന്നത് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നും അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഭാവി എന്താണ്, അതിൻ്റെ ഘടന എന്താണ്, ഭാവി എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. It explains profound phenomena such as the Big Bang theory, the expansion of the universe, dark energy and black hole. ഇതിനകത്ത് പറയുന്ന ചില പ്രതിഭാസങ്ങൾ, അതിലൊന്ന് ബിഗ് ബാങ് തിയറിയാണ്. അതായത് ഈ ഒരു പ്രപഞ്ചം ഉണ്ടായത് ഒരു പോയിന്റിൽ നിന്നാണെന്നും, അതായത് ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നാണെന്നുള്ള തിയറി, ബിഗ് ബാങ് തിയറി. അതേപോലെ ദ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം അനുദിനം വലുതായിക്കൊണ്ടിരിക്കുന്നു എന്ന ആ ഒരു സിദ്ധാന്തം. അതേപോലെ തന്നെ ഡാർക്ക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മിസ്റ്റീരിയസ് എനർജി ദാറ്റ് പുഷസ് ദ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ദാറ്റ് പുഷസ് ദ കോസ്മോസ് ടു എക്സ്പാൻഡ്. ഈ പ്രപഞ്ചം വലുതാകാൻ വേണ്ടി അതിനെ സഹായിക്കുന്ന ഒരു ശക്തി, അത് മിസ്റ്റീരിയസ്, അതായത് നിഗൂഢമായ ശക്തിയാണ്, നമുക്കറിയില്ല ഏത് ഫോഴ്സ് ആണെന്ന്. അതിനെയാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്ലാക്ക് ഹോൾ, നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ബ്ലാക്ക് ഹോൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആൻഡ് ദി ഡോക്യുമെൻ്ററി എയിംസ് ടു സ്പാർക്ക് ക്യൂരിയോസിറ്റി അബൌട്ട് ദ ഇൻഫിനിറ്റ് നേച്ചർ ഓഫ് സ്പേസ്. ഈ പ്രപഞ്ചത്തിന്റെ അനന്തതയെക്കുറിച്ച്, അതായത് അവസാനമില്ലായ്മ, നമുക്കറിയില്ല ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണെന്നും അതിലെന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും, അതായത് കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു, എന്നാലും അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. And the viewers are taken into a journey through the awe-inspiring aspects of astrophysics, cosmology and universe potentiality by explaining the Big Bang theory, which suggests that the universe began from a singular point and has been expanding ever since. ഈ പ്രപഞ്ചം, അതിൽ ആസ്ട്രോഫിസിക്സ്, കോസ്മോളജി, അതേപോലെ തന്നെ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ശക്തി, ഇതൊക്കെയാണ് ഇതിൽ വിവരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന മെയിൻ കാര്യം ബിഗ് ബാങ് തിയറിയാണ്. അതായത് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചം ഓരോ നിമിഷവും വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എനർജിയാണ് ഡാർക്ക് എനർജി. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് ഇറ്റ് കവേഴ്സ് കീ പോയിന്റ്സ് ലൈക്ക് ഹബിൾ സ്പേസ് ടെക്നോളജി. ഇതിൽ നമുക്ക് മറ്റൊരു പോയിന്റ് കൂടി കാണാം, അതായത് ഹബിൾ സ്പേസ് ടെക്നോളജി എന്ന സംഭവം. ആൻഡ് വിച്ച് ഹാസ് ഹെൽപ്ഡ് സയൻറ്റിസ്റ്റ് ടു ഒബ്സർവ് ദ ഓൺഗോയിങ് എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഡാർക്ക് എനർജി ദാറ്റ് ഈസ് ദി മിസ്റ്റീരിയസ് ഫോഴ്സ് പുഷിംഗ് ദ യൂണിവേഴ്സ് ടു എക്സ്പാൻഡ് അറ്റ് ആൻ ആക്സിലറേറ്റിംഗ് സ്പീഡ്. ഈ ഹബിൾ ടെലിസ്കോപ്പ് എന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ഉപകരണമാണ്. അതിലൂടെ നമുക്ക് നോക്കുകയാണ് എങ്കിൽ we can see the expansion of the universe. ഈ പ്രപഞ്ചം നമ്മൾ പറഞ്ഞു ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ we can see the dark force that is behind the expansion of this universe. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ആ ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. ആൻഡ് ടോപ്പിക്സ് ലൈക്ക് black hole, supernova, heat death are also explained in this documentary. ഈ ഡോക്യുമെൻ്ററിയിൽ ഹീറ്റ് ഡെത്ത്, അതേപോലെ തന്നെ സൂപ്പർനോവ, ബ്ലാക്ക് ഹോൾ തുടങ്ങിയ പ്രതിഭാസങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ എക്സ്പ്ലെയിൻസ് ദ കൊളീഷൻ ബിറ്റ്വീൻ ദ ഗാലക്സി ആൻഡ് മിൽക്കി വേ. ഗാലക്സിയും മിൽക്കി വേയും, നമ്മളുടെ ആകാശഗംഗയും അതേപോലെ തന്നെ ഗാലക്സി, നക്ഷത്ര കൂട്ടവും അവയുടെ കൂടിച്ചേരലും ഇവയൊക്കെയും വിവരിക്കുന്നു. ആൻഡ് ദ ഡോക്യുമെൻ്ററി ഹൈലൈറ്റ്സ് ബോത്ത് ദ വണ്ടേഴ്സ് ആൻഡ് മിസ്റ്ററീസ് ഓഫ് ദി യൂണിവേഴ്സ്. നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ അതിശയങ്ങളും അതോടൊപ്പം തന്നെ പല നിഗൂഢതകളും ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പല പല കാര്യങ്ങളും നിഗൂഢമാണ്, ഇപ്പോഴും നമുക്ക്
തെളിയാത്ത അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത പല നിഗൂഢതകളും ഈ പ്രപഞ്ചത്തിലുണ്ട്. അവയെക്കുറിച്ചും ഈ ഡോക്യുമെന്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. എ ട്രിപ്പ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി മീൻസ് അനന്തത. അനന്തത മീൻസ് നെവർ എൻഡിങ് എന്നുള്ള അർത്ഥമാണ്. ദിസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദിസ് കോസ്മോസ് ഇസ് എ വണ്ടർഫുൾ തിങ് ഓർ എ തിങ് ദാറ്റ് വി കനോട്ട് എക്സ്പ്ലെയിൻ കംപ്ലീറ്റ്ലി. നമുക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്താൻ കഴിയാത്ത അല്ലെങ്കിൽ വെളിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ് ഈ ഒരു പ്രപഞ്ചം. അതിൻ്റെ ആ ഒരു അനന്തതയിലേക്കുള്ള യാത്ര എന്നുള്ളതാണ് ഇതിൻ്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പിന്നീട് വാട്ട് ആർ ദി സയൻറ്റിഫിക് അല്ലെങ്കിൽ ഫിനോമിന, നാച്ചുറൽ ഫിനോമിന ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോം.